നമസ്തേ. വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസ്തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി മൂന്നാം സർഗമാണ്. രാജ്യത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും നേതാക്കളെ വിളിച്ചു വരുത്തി ഉത്തമനായ തൻ്റെ പുത്രൻ ശ്രീരാമന് യുവരാജാവായി അഭിഷേകം ചെയ്യാൻ അനുമതി തേടി. ദശരഥ ചക്രവർത്തി അടുത്ത ദിനം തന്നെ നല്ല ദിവസമായി കണ്ട് വേണ്ട നടപടിക്രമങ്ങളെല്ലാം സ്വീകരിക്കാൻ കൽപ്പിക്കുന്നു. അതാണ് ഇനി കാണുന്നത്. തൃതീയ സർഗം, മൂന്നാം സർഗം. അഭിഷേക സംഭാര സംഭരണം. ദശരഥകൃത ശ്രീരാമാനുശാസനം ച. പട്ടാഭിഷേകത്തിന് വട്ടം കൂട്ടുന്നതും ദശരഥൻ ശ്രീരാമനെ ഉപദേശിക്കുന്നതും. തേഷാമഞ്ജലി പത്മാനി പ്രഗ്രഹീതാനി സർവശഃ പ്രതിഗൃഹ്യാബ്രവീദ്രാജാദേഭ്യ പ്രിയഹിതം വച. അഹോ അസ്മി പരമപ്രീത പ്രഭാവശ്ചാതുലോ മമ യന്മേ ജ്യേഷ്ഠം പ്രിയം പുത്രം യൗവരാജ്യസ്തമിച്ഛത ഇതി പ്രത്യർച്ച താൻ രാജാ ബ്രാഹ്മണാനിദമബ്രവീദ് വസിഷ്ഠം വാമദേവം ച തേഷാമേവോപശൃണ്വതാം. ചൈത്ര ശ്രീമാനയം മാസ പുണ്യ പുഷ്പിതകാനനഃ യൗവരാജ്യായ രാമസ്യ സർവമേവോപകൽപ്യതാം. രാജ്ഞസ്തു വരദേ വാക്യേ ജനഘോഷോ മഹാനഭൂത് ശനൈസ്തസ്മിൻ പ്രശാന്തേ ച ജനഘോഷേ നരാധിപ. വസിഷ്ഠം മുനിശാർദൂലം രാജാ വചനമബ്രവീത്. അഭിഷേകായ രാമസ്യ യത് കർമ്മ സപരിച്ഛദം തതദ്യ ഭഗവൻ സർവമാജ്ഞാപയിതുമർഹസി. മഹാരാജാവായ ദശരഥ ചക്രവർത്തി അവരുടെ പൊക്കിപ്പിടിച്ച അഞ്ജലി പത്മങ്ങളെ ആകാരചേഷ്ടാവചനാദികളെ കൊണ്ട് സ്വീകരിച്ച് അവരോടായി സർവപ്രകാരത്തിലും അവരുടെ അഭീഷ്ടത്തിനനുസരിച്ച വിധത്തിലുള്ള വാക്കിനെ ഇപ്രകാരം അരുളി ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട മൂത്തപുത്രനെ യുവരാജാവാക്കി വെപ്പാൻ നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതിൽ നിന്ന് എൻ്റെ രാജ്യലക്ഷ്മിയും നിസ്തുല്യമായ ഫലത്തോടു കൂടിയതായിരിക്കുന്നു നല്ലത്. ഞാൻ എൻ്റെ മനോരഥം സാധിച്ചവനായി കൃതാർത്ഥനായി ഭവിച്ചിരിക്കുന്നു. മഹാരാജാവ് ഇപ്രകാരം ആ ബ്രാഹ്മണരെ ബഹുമാനിച്ചുര ചെയ്ത ശേഷം അവർ കേൾക്കെ തന്നെ വസിഷ്ഠ മഹർഷിയെയും വാമദേവ മഹർഷിയെയും നോക്കി ഇപ്രകാരം അരുളി ചെയ്തു. ഈ ചൈത്രമാസം പൂത്തു നിൽക്കുന്ന മരത്തോപ്പുകളോട് കൂടിയതും സർവസമ്മതമായി ഉത്സവാദി കൃത്യങ്ങൾക്കേറ്റതുമാകുന്നു. അതിനാൽ ശ്രീരാമൻ്റെ യുവരാജ്യാഭിഷേകത്തിന് വേണ്ടത്തക്കതായ സകല സാധനങ്ങളും തയ്യാറാക്കപ്പെടട്ടെ. മഹാരാജാവിൻ്റെ ഈ വാക്ക് അവസാനിക്കും മുമ്പേ തന്നെ ജനങ്ങളുടെ ഉത്സാഹഘോഷം അത്യധികമായി ഉണ്ടായി. ആ ജനഘോഷം അല്പം ഒതുങ്ങിയ ശേഷം നരപതിയായ ചക്രവർത്തി വസിഷ്ഠമുനിവരനോടായി ഇപ്രകാരവും ഒരു വാക്ക് അരുളി ചെയ്തു. സ്വാമിൻ, ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള വൈദിക കർമ്മം അതിന് വേണ്ടത്തക്ക ഉപകരണങ്ങളോട് കൂടിയതായി എപ്രകാരം വേണമോ അപ്രകാരം എല്ലാം ഇപ്പോൾ തന്നെ ആജ്ഞാപിപ്പാൻ അങ്ങൊന്ന് യജ്ഞം ചെയ്താലും. തച്ഛ്രുത്വാ ഭൂമിപാലസ്യ വസിഷ്ഠോ ദ്വിജസത്തമഃ ആദിദേശാഗ്രതോ രാജ്ഞ സ്ഥിതാൻ യുക്താൻ കൃതാഞ്ജലീൻ സുവർണാദീനി രത്നാനി ബലീൻ സർവൗഷധീരവി ശുക്ലമാല്യാംശ്ച ലാജാംശ്ച പൃഥക് ച മധുസർപ്പിഷീ അഹദാനി ച വാസാംസി രഥം സർവായുധാന്യപി
ചതുരംഗബലം ചൈവ ഗജം ച ശുഭലക്ഷണം ചാമരവ്യജനേ ചോഭേ ധ്വജം ഛത്രം ച പാണ്ഡുരം ശതം ച ശാതകുംഭാനാം കുംഭാനാമഗ്നിവർച്ചസാം ഹിരണ്യശൃംഗമൃഷഭം സമഗ്രം വ്യാഘ്രചർമ്മ ച യച്ചാന്യത് കിഞ്ചിദേഷ്ടവ്യം തൽസർവമുപകൽപ്യതാം ഉപസ്ഥാപയത പ്രാതരജ്ഞകാരം മഹീപദേ. അന്തഃപുരസ്യ ദ്വാരാണി സർവസ്യ നഗരസ്യ ച ചന്ദനസ്രക്തിരചന്ദാം ധൂപൈശ്ചക്രാണഹാരിഭിഃ പ്രശസ്തമന്നം കൃതബദ്ധധിക്ഷീരോപസേചനം ദ്വിജാനാം ശതസാഹസ്രേ യത് പ്രഗാമമലം ഭവേത് സത്കൃത്യ ദ്വിജമുഖ്യാനാം പ്രഭാതേ പ്രദീയതാം കൃതം ദധി ച ലാജാശ്ച ദക്ഷിണാശ്ചാപി പുഷ്കലാഃ സൂര്യേऽഭ്യുദിതമാത്രേഷോപവിതാ സ്വസ്തിഭാജനം ബ്രാഹ്മണാശ്ച നിമന്ത്രന്താം കൽപ്യന്താമാസനാനി ച ആബധ്യന്താം പതാകാശ്ച രാജമാർഗശ്ച സിച്യതാം സർവേ ച താളാവചരാ ഗണികാശ്ച സ്വലംകൃതാഃ കക്ഷ്യാം ദ്വിതീയാമാസാദ്യ തിഷ്ഠന്തു നൃപവേശ്മനഃ. മഹാരാജാവിൻ്റെ ആ കൽപ്പന കേട്ട് ബ്രാഹ്മണോത്തമനായ വസിഷ്ഠ മഹർഷി മഹാരാജാവിൻ്റെ തിരുമുമ്പിൽ കൈകൂപ്പി കാത്തുനിന്നവരായ കാര്യസ്ഥന്മാരോടായി ഇപ്രകാരം ആജ്ഞാപിച്ചു. സ്വർണം മുതലായവയും രത്നങ്ങളും നിവേദ്യങ്ങളും ഹോമം ചെയ്യുവാനുള്ള ഉണങ്ങിയ ഓഷധികൾ ചമതകൾ മുതലായവയും വെള്ളപ്പൂമാലകളും മലരും തേൻ നെയ്യ് എന്നിവയും പുതിയതായി കോടി വസ്ത്രങ്ങളും ധ്വജവും 2 വെഞ്ചാമരങ്ങളും വെൺകൊറ്റക്കുടയും തീ പോലെ മിന്നിത്തിളങ്ങുന്ന 100 പൊൻകുടങ്ങളും കോട്ടമില്ലാത്ത ഒരു പുലിത്തോലും പൊൻകെട്ടിയ കൊമ്പോടുകൂടിയ വൃഷഭവും കൂടാതെ വേറെ വേണ്ടുന്നത് ഏതൊക്കെയോ അതും എല്ലാം പ്രഭാതത്തിൽ മഹാരാജാവിൻ്റെ അഗ്നിഹോത്രശാലയിൽ തയ്യാറാക്കുക. വേറെ സ്ഥലങ്ങളിൽ രഥത്തെയും സകല ആയുധങ്ങളെയും ചതുരംഗസേനയെയും ശുഭലക്ഷണയുക്തമായ ആനയെയും തയ്യാറാക്കി നിർത്തുകയും വേണം. എല്ലാ അന്തഃപുരത്തിൻ്റെയും നഗരത്തിൻ്റെയും മുൻവശങ്ങൾ നറുമണം വീശുന്ന നല്ല വാസനദ്രവ്യങ്ങളാലും ശ്രേഷ്ഠങ്ങളായ പൂമാലകളാലും അലങ്കരിക്കപ്പെടട്ടെ. ബ്രാഹ്മണരുടെ അനേകായിരത്തിൽ വേദവിത്തുക്കളായ ബ്രാഹ്മണർക്കായി ഉത്തമമായതും മൃദുവായതും പാൽ ചേർത്തതും ആയ ദധ്യന്നവും നെയ്യും തൈരും പൊരി മലർ മുതലായവകളും ധാരാളം ദക്ഷിണകളും മതിയും പൊതിയുമാകത്തക്കവണ്ണം സൽക്കരിച്ച് നാളെ കാലത്ത് കൊടുക്കപ്പെടേണ്ടതാകുന്നു. നാളെ സൂര്യൻ ഉദിച്ച ഉടനെ നടക്കുന്നതാണ്. ബ്രാഹ്മണർ ക്ഷണിക്കപ്പെടേണ്ടതാകുന്നു. ആസനങ്ങളും തയ്യാറാക്കപ്പെടട്ടെ. കൊടികളും നാട്ടപ്പെടട്ടെ. രാജവീഥിയും നനയ്ക്കപ്പെടട്ടെ. എല്ലാ നട്ടുവന്മാരും ദാസിമാരും അലങ്കരിച്ച് തയ്യാറായി കോവിലകത്തിൻ്റെ 2ാമത്തെ മതിൽക്കകത്ത് വന്നു നിൽക്കട്ടെ. ദേവായതന ചൈത്യേഷു സന്നഭക്ഷാ സദക്ഷിണാഃ ഉപസ്ഥാപയിതവ്യാഃ ശുർമാല്യയോഗ്യാ പൃഥക് പൃഥക് ദീർഘാസി ബദ്ധായോ യോധാശ്ച സന്നദ്ധാമൃഷ്ടവാസസ മഹാരാജാങ്കണം സർവേ പ്രവിശന്തു മഹോദയം. ഏവം വ്യാദിശ്യ വിപ്രൗ തൗ ക്രിയാസ്തത്ര വിനിഷ്ഠിതൗ ചക്രതുശ്ചൈവ യച്ഛേഷം പാർത്ഥിവായ നിവേദ്യ ച കഥമിത്യേവ ചാബ്രൂതാമഭിഗമ്യ ജഗത്പതിം യഥോക്തവചനം പ്രീതൗ ഹർഷയുക്തൗ ദ്വിജർഷഭൗ. തത സുമന്ത്രം ദ്യുതിമാൻ രാജാ വചനമബ്രവീത് രാമകൃതാത്മാ ഭവതാ ശീഘ്രമാനീയതാമിതി. സ തഥേതി പ്രതിജ്ഞായ സുമന്ത്രോ രാജശാസനാത് രാമം തത്രാനയാം ചക്രേ രഥേന രഥിനാം വരം. അഥ തത്ര സമാസീനാസ്തദാ ദശരഥം നൃപം പ്രാച്യോദീച്യാ പ്രതീച്യാശ്ച ദാക്ഷിണാത്യാശ്ച ഭൂമിപാഃ മ്ലേച്ഛാചാര്യാശ്ച യേ ചാന്യേ വനശൈലാന്തവാസിനഃ ഉപാസാം ചക്രിരേ സർവേ തം ദേവാ ഇവ വാസവം. ക്ഷേത്രങ്ങളിലും തെരുവുകളിലും ഉള്ള വഴിയമ്പലങ്ങളിലും സദ്യവട്ടങ്ങളും പലഹാരങ്ങളും തയ്യാറായി വച്ചുകൊണ്ടിരിക്കുന്നവരും
ദക്ഷിണകൾ വെച്ചുകൊണ്ടിരിക്കുന്നവരും പൂമാലകൾ വെച്ചുകൊണ്ടിരിക്കുന്നവരും വേറെ വേറെ തയ്യാറാക്കി കാത്തുകൊണ്ട് നിർത്തപ്പെടേണ്ടതാകുന്നു. രാജഭടന്മാർ എല്ലാവരും നെടുവാൾ കയ്യിൽ പിടിച്ചവരായി കവചധാരികളായി അലക്കിയ ഉടുപ്പുകൾ ധരിച്ചവരായി മഹോത്സവം നടക്കുന്നതായ രാജധാനിയുടെ തിരുമുറ്റത്തിൽ നിൽക്കട്ടെ. നല്ല പഴക്കവും സാമർഥ്യവുമുള്ള ആ 2 ആചാര്യന്മാരും മേൽപ്രകാരം കൽപ്പിച്ച ശേഷം അപ്പോൾ നടത്തിയ കാര്യങ്ങളെപ്പറ്റി മഹാരാജാവിനോട് ഉണർത്തിച്ച് ബാക്കിയും ചെയ്യേണ്ടതായത് യാതൊന്നോ അതിനെയും എല്ലാം ചെയ്തു തീർത്തു. സ്നേഹമുള്ളവരും അത്യുത്സാഹത്തോടു കൂടിയവരും ആയ ആ 2 ബ്രാഹ്മണോത്തമന്മാരും മഹാരാജാവിൻ്റെ തിരുമുമ്പാകെ വീണ്ടും ചെന്ന് കൽപ്പിച്ചരുളിയ പോലെ എല്ലാം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉണർത്തിച്ചു. അനന്തരം രാജശ്രീമാനും പുണ്യശാലിയുമായ മഹാരാജാവ് സുമന്ത്രരോടായി ഇങ്ങനെ ആജ്ഞാപിച്ചു: ശ്രീരാമൻ ഭവാനാൽ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരപ്പെടട്ടെ. ആ സുമന്ത്രരും രാജാജ്ഞയാകയാൽ ഉത്തരവ് പോലെ ചെയ്യാം എന്നു പറഞ്ഞ് തേരാളിമാരിൽ വെച്ച് ഉത്തമനായ ശ്രീരാമനെ തേരിൽ കയറ്റിക്കൊണ്ട് അവിടെ കൂട്ടിക്കൊണ്ടുവന്നു. ദേവേന്ദ്രൻ്റെ അടുക്കൽ ദേവന്മാരെന്നവണ്ണം ആ ദശരഥ ചക്രവർത്തിയുടെ തിരുമുമ്പിൽ അവിടെ ആ സമയം വർത്തിച്ചിരുന്നവരായ കിഴക്ക് വടക്ക് എന്ന പ്രദേശങ്ങളിലുള്ളവരും പടിഞ്ഞാറുള്ളവരും തെക്കുദിക്കിലുള്ളവരും ആയ രാജാക്കന്മാരും മ്ലേച്ഛ പ്രഭുക്കന്മാരും കാട്ടാളന്മാരും മലയന്മാരും മറ്റു സാധാരണ ജനങ്ങൾ യാതൊരുവരും അവർ എല്ലാവരും ആയിടയിൽ ശ്രീരാമൻ്റെ വരവിനെ കാത്തുകൊണ്ട് വർത്തിച്ചു. ഇവിടെ നമുക്ക് കാണാവുന്നത് ഈ ജനങ്ങളുടെ പ്രതിനിധികളായിട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഇവിടെ വരുത്തിയിരുന്നു എന്ന് നമുക്ക് പ്രത്യേകം കാണാവുന്നതാണ്. കാട്ടാളന്മാരും മലയന്മാരും മറ്റു സാധാരണ ജനങ്ങളും എല്ലാവരുടെയും നേതാക്കൾ അവിടെയുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് തന്നെ തേഷാം മധ്യേ സ രാജർഷിർമരുതാമിവ വാസവ പ്രാസാദസ്ഥോ രഥഗതം ദദർശായാന്തമാത്മജം ഗന്ധർവരാജപ്രതിമം ലോകേ വിഖ്യാതപൗരുഷം ദീർഘബാഹും മഹാസത്വം മത്തമാതംഗഗാമിനം ചന്ദ്രകാന്താനനം രാമമതീവ പ്രിയദർശനം രൂപൗദാര്യഗുണൈഃ പുംസാം ദൃഷ്ടിചിത്താപഹാരിണം കർമാഭിതപ്താ പർജന്യം ക്ലാദയന്തമിവ പ്രജാ ന തദർപ്പ സമായാന്തം പശ്യമാനോ നരാധിപ അവതാര്യ സുമന്ത്രസ്തം രാഘവം ചന്ദനോത്തമാത് പിതുസമീപം ഗച്ഛന്തം പ്രാജ്ഞലി പൃഷ്ടതോ അന്വഗാത് സതം കൈലാസശൃംഗാഭം പ്രാസാദം രഘുപുങ്കവ ആരുരോഹ നൃപം ദൃഷ്ടും സഹസൂദേന രാഘവ സപ്രാജ്ഞലിരഭിപ്രീത്യ പ്രണതപ്പിതുരന്തികേ നാമസ്വം ശ്രാവയൻ രാമോ വവന്ദേ ചരണൗ പിതൗ തം ദൃഷ്ട്വാ പ്രണതം പാർശ്വേ കൃതാഞ്ജലിപുടം നൃപ ഗൃഹ്യാഞ്ജലൗ സമാകൃഷ്യ സസ്വജേ പ്രിയമാത്മജം. ആ രാജർഷി വര്യൻ ദേവന്മാരുടെ മുമ്പിൽ ഇന്ദ്രൻ എപ്രകാരമോ അപ്രകാരം അവരുടെ മുമ്പിൽ രാജധാനിയിൽ വർദ്ധിച്ചിരുന്ന പ്രകാരം തന്നെ രഥത്തിൽ കയറി വന്നുകൊണ്ടിരുന്ന പുത്രനെ നോക്കിക്കൊണ്ടിരുന്നു. ഇനി ശ്രീരാമൻ്റെ രൂപ സൗന്ദര്യം വർണ്ണിക്കുകയാണ്. മഹാരാജാവ് അടുത്തു വന്നുകൊണ്ടിരുന്നവനായ ശ്രീരാമനെ ഗന്ധർവ രാജാവിനെ പോലെ ഇരിക്കുന്നവനായും ലോകത്തിൽ പുകഴാർന്ന പരാക്രമശാലിയായിരിക്കുന്നവനായും അതിരറ്റ സൗശീല്യ ഗുണയുക്തനായും ആജാനുബാഹുവായും മത്തഗജം പോലെയുള്ള ഗതിയാർന്നവനായും അത്യന്തം സുന്ദരനായും മുഴുമതിക്കൊത്ത മനോഹരമായ തിരുമുഖമാർന്നവനായും സ്വാഭാവികമായ ഔദാര്യ ഗുണങ്ങളെ കൊണ്ട് സർവ്വ ആത്മാക്കളുടെയും മനോബുദ്ധികളെ അപഹരിക്കുന്നവനായും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നവനായി വേനൽ ചൂടുകൊണ്ട് തപിക്കുന്ന ജനങ്ങൾ തങ്ങളെ കുളിർപ്പിക്കുന്ന കാർമേഘത്തെപ്പോലെ കണ്ട് ആനന്ദിച്ചതിൽ തൃപ്തിപ്പെടാത്തവനായി തന്നെ വർത്തിച്ചു. സുമന്ത്രർ ശ്രീരാഘവനെ ആ ഉത്തമ രഥത്തിൽ നിന്നും താഴത്തിറക്കി പിതാവിൻ്റെ സന്നിധിയിലേക്ക് കാൽനടയായി ചെന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തെ കൈകൂപ്പിക്കൊണ്ട് തന്നെ തുടർന്നു ചെന്നു. ആ രഘുകുല തിലകനായ ശ്രീരാമൻ മഹാരാജാവിനെ മുഖം കാണിപ്പാൻ കൈലാസ ശൃംഗം പോലെ മനോഹരമായ ആ രാജധാനിയിൽ സൂതനോടും കൂടി കയറി ചെന്നു. ആ ശ്രീരാമൻ പിതാവിൻ്റെ സന്നിധിയിൽ വിനീതനായി കൈകൂപ്പിക്കൊണ്ട് ചെന്ന പിതാവിൻ്റെ 2 കാലടികളെയും തൊട്ട് നമസ്കരിച്ചു. തൻ്റെ പ്രവര ഗോത്രനാമാദികളെ പറഞ്ഞ് അഭിവാദനം ചെയ്തു. മഹാരാജാവ് തൻ്റെ മുമ്പാകെ വണക്കത്തോടെ തൃക്കൈകളെ കൂപ്പിയ പോലെ തന്നെ വച്ചുകൊണ്ടിരുന്ന ആ പ്രിയപുത്രനെ കൺകുളിർക്കുമാറ് നോക്കി കൂപ്പിയ കൈകളെ ഗ്രഹിച്ച് മാറോടണച്ച് തഴുകി.
ഇവിടെ വെറുതെ ചെന്ന് വന്ദിക്കുകയല്ല, പ്രവര ഗോത്ര നാമാദികളെ പറഞ്ഞ് തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ അവിടെ ആ കൊട്ടാരത്തിൽ നിറയെ ആൾക്കാരുണ്ടല്ലോ, അവിടെ കാണാൻ വന്നിരിക്കുന്നവരെല്ലാവരും ഉണ്ട്. ശ്രീരാമനെ കാത്തുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും, അവരെ എല്ലാം അറിയണമല്ലോ ആരാണ് താൻ എന്ന്. അതുകൊണ്ട് തൻ്റെ ഗോത്ര നാമം പറഞ്ഞ് വന്ദിക്കുന്നു പിതാവിനെ. തസ്മൈ ചാഭ്യുദിതം സമ്യക് മണികാഞ്ചനഭൂഷിതം ദിദേശരാജാരുചിരം രാമായ പരമാസനം തദാസനവരം പ്രാപ്യ വ്യദീപയത രാഘവ സ്വയൈവ പ്രഭയാ മേരുമുദയേ വിമലോ രവി തേന വിഭ്രാജതാ തത്ര സാ സഭാ വിവ്യരോചത വിമലഗ്രഹനക്ഷത്രാ ശാരദീ ദ്യൗരിവേന്ദുനാ തം പശ്യമാനോ നൃപതിസ്തുദോഷ പ്രിയമാത്മജം അലംകൃതമിമാത്മാനമാദർശതല സംസ്ഥിതം സതം സസ്മിതമാഭാഷ്യ പുത്രം പുത്രവദാംബര ഉവാചേദം വജോ രാജാ ദേവേന്ദ്രമിവ കശ്യപ ജ്യേഷ്ഠായാം മേ ധർമ്മപജ്ഞാം സദൃശ്യാം സദൃശസുത ഉൽപ്പന്നസ്ത്വം ഗുണശ്രേഷ്ഠോ മമ രാമാത്മജപ്രിയ യതസ്ത്വയാ പ്രജാസ്തേമാ സുഗുണൈരനുരഞ്ജിതാഃ തസ്മാത് ത്വം പുഷ്യയോഗേന യൗവരാജ്യമവാപ്നുഹി. രാജാവ് ആ ശ്രീരാമനായിക്കൊണ്ട് നല്ലപോലെ നവരത്ന സ്വർണ്ണ ഖചിതവും മനോഹരവും ഉന്നതവുമായ ഒരു ശ്രേഷ്ഠമായ സിംഹാസനത്തെ കാണിച്ചു കൊടുത്തു. പരിപാവനമൂർത്തിയായ ശ്രീരാഘവൻ ശ്രേഷ്ഠമായ സിംഹാസനത്തെ പ്രാപിച്ച് തൻ്റെ തേജസ് കൊണ്ട് അതിനെ സൂര്യഭഗവാൻ ഉദയകാലത്തിൽ മേരുഗിരിയെ എന്ന വണ്ണം പ്രകാശിപ്പിച്ചു. ആ സമയം ആ സഭ തന്നെ തേജോമയമായി വിളങ്ങുന്ന അദ്ദേഹത്താൽ നിർമ്മലമായ നവഗ്രഹ നക്ഷത്രാദികളോട് കൂടിയ ശരത്കാലത്തിലെ ആകാശം ശശാങ്കനാൽ എന്ന പോലെ അത്യധികം പ്രകാശിച്ചു. മഹാരാജാവ് ആ ഓമനപുത്രനെ കണ്ണാടിയിൽ പ്രതിബിംബിച്ചു കാണുന്ന തൻ്റെ ആകാരമെന്ന പോലെ തന്നെ സർവപ്രകാരേണയും ശോഭിക്കുന്നവനായി കണ്ട് നനച്ച് അത്യാനന്ദം ഉൾക്കൊണ്ടു. മക്കളെ പെറ്റവരിൽ വെച്ച് ഉത്തമനായ ആ രാജാവ് പുഞ്ചിരി പൂണ്ടിരിക്കുന്നവനായ ആ പുത്രനോട് എന്തോ ചിലത് ഉര ചെയ്ത ശേഷം മരീചിപുത്രനും അതിഥി ദേവിയുടെ ഭർത്താവുമായ കശ്യപ മഹർഷി ദേവേന്ദ്രനോട് എന്ന വണ്ണം ഇപ്രകാരം ഉപദേശത്തെ എല്ലാവരും കേൾക്കത്തക്കവണ്ണം അരുളി ചെയ്തു. ഹേ രാമ, എനിക്ക് അനുഗുണമായി ഉത്തമ ഗുണങ്ങളോട് കൂടിയവനും സ്നേഹപാത്രവും ആയ പുത്രനാകുന്നു നീ. എനിക്ക് മൂത്തവളും അഭിമതാനുവർത്തിനിയും ആയ പട്ടമഹിഷിയിൽ ഔരസപുത്രനായി പിറന്നു. ഇക്കാണുന്ന പ്രജകൾ സ്വഭാവസിദ്ധമായ സദ്ഗുണങ്ങൾ കൊണ്ടുതന്നെ ഉണ്ണിയാൽ അകം കുളിർപ്പിക്കപ്പെട്ടു. അതിനാൽ ഉണ്ണി പുക്ഷ നക്ഷത്രത്തിൽ ചന്ദ്രനുള്ള ദിവസമായ അന്നു മുതൽ യുവരാജാഭിഷേകത്തെ വഹിച്ചു വന്നാലും കാമതസ്ത്വം പ്രകൃത്യൈവ വിനീതോ ഗുണവാനസി ഗുണവത്യപി തു സ്നേഹാത് പുത്രവക്ഷ്യാമി തേ ഹിതം ഭൂയോ വിനയമാസ്തായ ഭവ നിത്യം ജിതേന്ദ്രിയഃ കാമക്രോധസമുത്ഥാനി ത്യജേഥാ വ്യസനാനി ച പരോക്ഷയാ വർത്തമാനോ വൃത്യാ പ്രത്യക്ഷയാ തഥാ അമാത്യപ്രഭൃതി സർവാ പ്രകൃതിശ്ചാനുരഞ്ജയ കോഷ്ടാകാരായുധാകാരൈ കൃത്വാ സന്നിജയാൻ ബഹൂൻ തുഷ്ടാനുരക്തപ്രകൃതീത്യ പാലയതി മേദിനീം തസ്യ നന്ദന്തി മിത്രാണി ലബ്ധ്വാ അമൃതമിവാമരാ തസ്മാത് ത്വമപി ചാത്മാനം നിയമ്യവം സമാചര തച്ഛ്രുത്വാ സുഹൃദസ്തസ്യ രാമസ്യ പ്രിയകാരിണ ത്വരിതാശീഘ്രമഭ്യേത്യ കൗസല്യാयै ന്യവേദയൻ സാ ഹിരണ്യം ച ഗാശ്ചൈവ രത്നാനി വിവിധാനി ച വ്യാധിദേശപ്രിയാഖ്യേഭ്യ കൗസല്യാ പ്രമദോത്തമാ. ഉണ്ണി പ്രകൃത്യാ തന്നെ സദ്ഗുണങ്ങളുടെ വിളനിലം നല്ലപോലെ അഭ്യസിക്കപ്പെട്ടവനുമാകുന്നു. മകനെ, എന്നിരുന്നാലും ഗുണവാന്മാരുടെ സംഗതിയിലും കൂടി ഹിതകരമായുള്ളതിന് എൻ്റെ സ്നേഹം മൂലം സ്വേച്ഛയായി ഞാൻ തന്നെ ഉണ്ണിയോട് ഉപദേശിക്കാം. ഇപ്പോൾ ഉള്ളതിലും അധികമായി അവനവൻ്റെ ധർമാനുഷ്ഠാനത്തിനുള്ള മാർഗത്തെ തന്നെ അവലംബിച്ച് എല്ലായ്പ്പോഴും ശബ്ദ സ്പർശ രൂപരസഗന്ധാദികളായവയെ ജയിച്ചവനായി വർത്തിക്കുക.
കാമക്രോധങ്ങളാലുളവാകുന്ന സപ്തദോഷങ്ങളെയും അടുപ്പിക്കരുത്. പ്രത്യക്ഷത്തിൽ കാണുവാൻ കഴിയാത്ത ഗുണങ്ങളാൽ ഉണ്ടാകുന്നതും അതുപോലെ പ്രത്യക്ഷത്തിൽ കാണപ്പെടാവുന്നവയാൽ ഏർപ്പെടുന്നതും ആയ നല്ല നടപടിയോടുകൂടി വർത്തിക്കുന്നവനായി മന്ത്രിമാർ മുതലായ ജനങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കുക. ഖജാനകൾ, ആയുധപ്പുരകൾ എന്നിവയോടുകൂടി പലമാതിരി ധനധാന്യാദികളെ സമ്പാദിച്ചും ജനങ്ങൾ സന്തോഷിച്ച് സ്നേഹിക്കപ്പെടുന്നവനായും ഭൂമിയെ ഏതൊരുവൻ പരിപാലിക്കുന്നുവോ അവൻ്റെ നന്മയിൽ താല്പര്യമുള്ളവരായ ഇതര രാജാക്കന്മാർ, ദേവന്മാർ അമൃതം ലഭിച്ചതുകൊണ്ടെന്ന പോലെ സന്തോഷിക്കുന്നു. ആകയാൽ പുണ്യം സ്വന്തം യത്നങ്ങളെയെല്ലാം ഇപ്രകാരം തന്നെ ആകുമാറാക്കി ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. അതിനെ കേട്ടുകൊണ്ടിരുന്നവരും ആ ശ്രീരാമചന്ദ്രൻ്റെ ആപ്തന്മാരും ആയ സ്നേഹിതന്മാർ തക്ഷണം തന്നെ ബന്ധപ്പെട്ടോടി കൗസല്യാദേവിയുടെ സമീപം ചെന്ന് സംഗതികൾ കേൾപ്പിച്ചു. സ്ത്രീരത്നമായ ആ കൗസല്യാദേവി സന്തോഷ വർത്തമാനത്തെ കൊണ്ടുവന്നവരായ അവർക്ക് തക്ഷണം തന്നെ പല പല രത്നങ്ങളും വൈരങ്ങളും പൊന്നും സമ്മാനിച്ചു. അഥാഭിവാദ്യ രാജാനം രഥമാരുഹ്യ രാഘവ യയൗ സ്വം ദ്യുതിമദ്വേഷ്മ ജനൗഖൈ പ്രതികൂജിത തേ ചാപി പൗരാ നൃപതേർവജസ്ത ശ്രുത്വാ തദാ ലാഭമിവേഷ്ടമാശു നരേന്ദ്രമാമന്ത്ര്യ ഗൃഹാണി ഗത്വാ ദേവാൻ സമാനർച്ചുരഭിപ്രഹൃഷ്ടാഃ. ജനതതികളാൽ വണങ്ങപ്പെട്ടവനായ ശ്രീരാഘവൻ മഹാരാജാവിനെ വണങ്ങി നമസ്കരിച്ച് പിന്നെ തൻ്റെ മനോഹരമായ കോവിലകത്തേക്ക് രഥത്തിൽ കയറിക്കൊണ്ട് എഴുന്നള്ളി. മഹാരാജാവിൻ്റെ ആ അരുളപ്പാട് കേട്ട് ആ പുരവാസികളെല്ലാവരും പരഹൃദയത്തെ ഉള്ളവണ്ണം ഗ്രഹിപ്പാൻ കഴിവുള്ളവനെ പോലെയുള്ളവനായ മഹാരാജാവോട് അനുമതി വാങ്ങിക്കൊണ്ട് അനന്തരം തൽക്ഷണം തന്നെ അവരവരുടെ ഗൃഹങ്ങളിൽ പോയി അത്യാനന്ദഭരിതന്മാരായി കുലദൈവങ്ങളെ ശ്രദ്ധയോടെ പൂജിച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ അയോധ്യാകാണ്ഡേ തൃതീയ സർഗ 3 സർഗം സമാപ്തം. ഇവിടെ മഹാരാജാവ് ശ്രീരാമചന്ദ്രനോട് പറയുന്ന രാജാവിനെ സംബന്ധിച്ച ഒരു രാജാവ് എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് ഈ വാൽമീകി രാമായണത്തിലെ പലയിടത്തായിട്ട് ഒരു രാജ്യം എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കണം, ഒരു രാജാവ് എങ്ങനെ പെരുമാറണം, എങ്ങനെയായാൽ ഒരു നഗരം, ഒരു രാജ്യം നല്ലവണ്ണം പരിപാലിക്കാം എന്നുള്ള എല്ലാ വിധത്തിലുള്ള ഉപദേശങ്ങളും പലയിടത്തായിട്ട് ഈ വാൽമീകി രാമായണത്തിൽ കാണുന്നുണ്ട്. ഇതെല്ലാം ഒരു രാജ്യം പരിരക്ഷിക്കേണ്ട വിധം നമ്മൾ അറിഞ്ഞ് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ കാലത്ത് ഇത് അനുവർത്തിച്ചാൽ മാത്രമേ നല്ലൊരു ലോകം തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. നമസ്തേ.